ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുക. ഇങ്ങനെ ചെല്ലാൻ നിങ്ങൾ തയ്യാറാണോ? ഉണ്ടെങ്കിൽ അങ്ങനെ ചെല്ലാൻ കഴിയുമെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. നിത്യമായി കൊണ്ടുവന്നാൽ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, ശരിക്കും മനസ്സിലാക്കണം, ഇനി ഇതിൻ്റെ മേൽ ചോദിക്കേണ്ട ആവശ്യമില്ല, ശരിക്കും ഇപ്പോഴും തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഒരു ദിക്റാണ്, അസ്മാഉൽ ഹുസ്ന അടങ്ങിയ ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് 100 തവണ ചൊല്ലാം. തയ്യാറാണല്ലോ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. അത് ദിവസവും ഏതെങ്കിലും ഒരു സമയമെങ്കിലും നമ്മൾ 100 പ്രാവശ്യം ചൊല്ലണം. പിന്നെ അതിന് ശേഷം ഓരോ നിസ്കാര ശേഷം ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുക. ഇങ്ങനെ ചെല്ലാൻ നിങ്ങൾ തയ്യാറാണോ? ഉണ്ടെങ്കിൽ അങ്ങനെ ചെല്ലാൻ കഴിയുമെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. നിത്യമായി കൊണ്ടുവന്നാൽ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, ശരിക്കും മനസ്സിലാക്കണം, ഇനി ഇതിൻ്റെ മേൽ ചോദിക്കേണ്ട ആവശ്യമില്ല, ശരിക്കും ഇപ്പോഴും തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഒരു ദിക്റാണ്, അസ്മാഉൽ ഹുസ്ന അടങ്ങിയ ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് 100 തവണ ചൊല്ലാം. തയ്യാറാണല്ലോ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. അത് ദിവസവും ഏതെങ്കിലും ഒരു സമയമെങ്കിലും നമ്മൾ 100 പ്രാവശ്യം ചൊല്ലണം. പിന്നെ അതിന് ശേഷം ഓരോ നിസ്കാര ശേഷവും